പാപ്പ സൈക്കിളും കേറി വക്കത്തിക്കൊപ്പം നിങ്ങത്തിപ്പോയോർ. ഇതേതായി അറബിച്ച്? നമ്മള് ചിരിച്ചപ്പോ നിങ്ങൾ എന്താ ചിരിക്കാത്തെ? അല്ല, നിങ്ങള് ചിരിച്ചാർന്നാ? ഈ പറഞ്ഞു കേട്ട് മൂടി കാരണം മുഖം കാണാൻ മേല. നമ്മള് നിറയെ നിങ്ങളെ കണ്ടിട്ടുണ്ട്. എവിടെ? മൈമുണ്ണി എന്നല്ലേ പേര്? അതെ, മാറ്റണോ? എന്തിനാ അടുത്ത് വരുന്നത്? അപ്പൊ മാറ്റണോ അല്ലേ? പോലീസല്ലേ? ഡ്രൈവറാ. പേര് ജമീല. ജലീമ അല്ല, ജമീല. നല്ല പേര്. ജമീല ബേഡ്സ് മൈമുണ്ണി. ഹായ്. ഹായ്. ഞാൻ കാത്തിരിക്കായിരുന്നു. എന്താണ് പ്രത്യേകിച്ച്? ശാലിനി, ഇവന്മാരിന്ന് ശ്രദ്ധിച്ചോണം. പിന്നെ എന്താടാ നോക്കി പേടിപ്പിക്കുന്നോ? നിനക്കൊക്കെ വെച്ചിട്ടുണ്ട്. താങ്ക് യു. ഇവിടെ വച്ചതാണല്ലോ. ഇതെവിടെ? ഈശ്വരാ, കിട്ടി. സന്താന കാര്യങ്ങളിൽ അല്പം ക്ലേശം അനുഭവിക്കാൻ ഇടയുണ്ട്. അനാവശ്യമായ കോപം, എടുത്തുചാട്ടം ഇവ നിയന്ത്രിക്കണം. പരിഹരിക്കാം. പക്ഷേ ദാമ്പത്യം സൗഭാഗ്യസുന്ദരമായി തീരും. ഭാവി വരൻ കറുത്ത പ്രകൃതക്കാരനും വെളുത്ത മനസ്സുള്ളവനും ധനുക്കൂറിൽ ഭരണി ആദ്യത്തെ 15 നാഴികയിൽ ജനിച്ചവനുമായിരിക്കും. ആള് തസ്കരനുമായിരിക്കും. തസ്കരനോ? പോലീസുകാരിയായി എനിക്ക് കള്ളനായിരിക്കോ വരനാകാൻ പോകുന്നത്? ആണെങ്കി ആവട്ടെ സാർ. ഒപ്പിടാൻ നിക്ക്. അയ്യോ, ഞാനല്ല അത് ചെയ്തത്. ഏത് ചെയ്തത്? പോലീസുകാരല്ലേ, ഏതെങ്കിലും കുറ്റം കേൾക്കാൻ പറയുമെന്ന് പേടിച്ചിട്ടാ. പേടിക്കണ്ട, പേടി മാറി. എന്താ പേര്? ഗോവിന്ദൻകുട്ടി. നാള് ഭരണി. ഭരണിയോ? അയ്യോ, അത്ര വലിയ ഭരണിയല്ല, ചെറിയ ഭരണി. ധനുക്കൂറ ആദ്യത്തെ 15 നാഴികയിലാ ജനനം. ഈശ്വരാ, തസ്കരനാണല്ലേ? സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനൊക്കെ വിളിക്കുന്നു, അത്രേ ഉള്ളൂ. പോട്ടെ, പോയിക്കോ. ശാലിനി ഗോവിന്ദൻകുട്ടി, നല്ല ചേർച്ച. ഗോവിന്ദൻകുട്ടി ഒരു കള്ളനല്ല. എന്റെ ഹൃദയം കവർന്ന ചോരനാണ്. ഒരു വെള്ള താമരമുട്ടി എന്റെ പ്രണയസഖിയായി വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ എണ്ണക്കറുപ്പിന് 7 അഴകാ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടാ. കള്ളിപ്പാലകൾ പൂക്കുമ്പോൾ ഞാനൊരു ഗന്ധർവനും നീ ഒരു യക്ഷിയുമായി വരും. ഗന്ധർവനും യക്ഷിയും പിന്നെ ഞാനും.